മേ ബി എൻ്റെ മോൻ ജനിക്കണതിന് ഒരു 1 year or 1.5 years ബിഫോർ സ്പെയിനിൽ പോയി. അത് അമ്മയുടെ വേറൊരു സ്പിരിച്വൽ അങ്ങനെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഫാമിലി എല്ലാവരും പോകണം എന്നൊരു എന്തോ ഒരു നേർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ പോയതാണ്. പക്ഷെ ഞങ്ങൾ അതൊരു ഹോളിഡേ ആക്കി മാറ്റി കുറച്ചൊക്കെ. സോ ഐ തിങ്ക് അതാണ് ഫസ്റ്റും ലാസ്റ്റും നടന്നിട്ടുള്ളത്. സോ അത് കഴിഞ്ഞ് പിന്നെ പാൻഡമിക്കും എല്ലാം കൂടെ ഒക്കെ ആയിട്ട്. സോ ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ കുറച്ച് അവർക്ക് ടൈമുണ്ട് കുറച്ചുകൂടെ. ഇപ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ ഇപ്പോൾ ഈ 3 വർഷം ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് സ്ഥലങ്ങൾ കാണാനൊക്കെ അങ്ങനെ വലിയ ട്രാവൽ ചെയ്ത് ഭയങ്കരമായിട്ട് സ്ഥലം കാണാനൊന്നും പോകാൻ ഉള്ള ടൈപ്സ് ആൾക്കാരല്ല അപ്പം അമ്മയും. ഈ പോകുമ്പോൾ പ്രോഗ്രാമിന് ഓസ്ട്രേലിയ പോകുന്നു അല്ലെങ്കിൽ UK പോകുന്നു, അവിടെ പോകുന്നു, അങ്ങനെ പോകുന്നുള്ളതൊക്കെ ഉള്ളൂ. ദാസേട്ടൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ഒരു മകൻ എന്നുള്ള നിലയിൽ ചേട്ടൻ എപ്പോഴെങ്കിലും അച്ഛനൊന്ന് റെസ്റ്റ് എടുക്കണം, അച്ഛനെ ഒന്ന് അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ, നമുക്ക് നമ്മുടെ പേരൻസിനെ റിട്ടയർ ചെയ്യണം എന്നൊക്കെ നമുക്ക് അങ്ങനത്തെ ഇപ്പൊ ഇതുണ്ട്. പക്ഷെ അതിന് ചില ആൾക്കാർക്ക് അത് പറഞ്ഞിട്ടുള്ളതല്ല. ഒന്നാമത് എനിക്ക് അപ്പയുടെ ലെവലിലുള്ള ഒരു ടൈപ്പ് ഒരാളിനെ എന്താണ് റെസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റൂല. എന്നുവെച്ചാൽ പുള്ളിക്ക് പറഞ്ഞാൽ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇവൻച്വലി ടൈം, ഏജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത് പറയും, ഓക്കെ ഇനിയിപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാന്നൊക്കെ. അല്ലെങ്കിൽ ഇപ്പോഴാണ് ആ ടൈം. ഇനോവേ കറക്റ്റ് ആയിട്ട് ഒരു പാൻഡമിക്കും വന്നു. സോ പുള്ളിയുടെ ലൈക്ക് ഈസ് ഓക്കെ, ഇത് ആക്ച്വലി ഓക്കെ ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചില്ല് ചെയ്യാം. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര മടിയാണ്. പക്ഷെ അല്ലെങ്കിൽ ഡയറ്റും കാര്യങ്ങളൊക്കെ വളരെ കൺട്രോൾഡ് ആണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ഈ എയർപോർട്ട്സിൽ നടക്കുക, പിന്നെ കച്ചേരിക്ക് 3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക, ഇതൊക്കെയാണ് പുള്ളിയുടെ എക്സസൈസും. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര അങ്ങനത്തെ നടക്കുന്നതൊക്കെ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. ബട്ട് ഹീസ് ലൈക്ക് നൗ ഇസ് ലൈക്ക് ഓക്കെ അതൊക്കെ കുഴപ്പമില്ല, കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാന്നൊക്കെ. ഒരു മിസ്സിംഗ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? അങ്ങനൊന്നുമില്ല. ലൈക്ക് ഇപ്പൊ ഞാനും എന്റെ ജോലി അത് തന്നെയാണ്. അപ്പൊ അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ലൈക്ക് നമ്മൾ ഇങ്ങനത്തെ ഇതാകുമ്പോഴത്തേക്കും വിൽ ഹാവ് ടു. ഇപ്പൊ എന്റെ പിള്ളേരെ ഞാൻ അതുപോലെ എത്രയോ മിസ് ചെയ്യുന്നു. എൻ്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഞാൻ കുറെ ട്രിപ്സ് പ്ലാൻ ചെയ്യും എങ്ങനെങ്കിലൊക്കെ. ഒരു സമ്മറെങ്കിലും ഇപ്പൊ ഞാൻ അവരായിട്ട് അമേരിക്കയിൽ പോയി, എന്നിട്ട് അവരവിടെ കുറച്ച് നാൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ അപ്പയുടെ അമ്മയുടെ അവിടെ വിട്ടു. അവരുടെ അമ്മ വന്നു, ഞാൻ ഇങ്ങോട്ട് ജോലിക്കും ഓരോ ഫംഗ്ഷൻസും അവാർഡ് റെക്കോർഡിങ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവരവിടെ ഇങ്ങനെ കുറച്ച് അങ്ങനെ ഡിസ്നി വേൾഡും അങ്ങനെയൊക്കെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം എങ്ങനെയെങ്കിലൊക്കെ. ഇപ്പൊ ദാസേട്ടൻ അച്ഛനെ കുറിച്ച് നമ്മൾ പറഞ്ഞോണ്ടിരുന്നേ, വിജയ് ചേട്ടൻ അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ സെൽഫ് ആയിട്ട് എന്തായിരിക്കും പറയാ? അച്ഛൻ പൊളിയാണ്. അതെ, ഞാൻ പറയാൻ പാടില്ലല്ലോ, എന്റെ പിള്ളേർ പറയട്ടെ, അത് ഞാനായിട്ട് പറയുന്നത് ശരിയല്ല. പക്ഷെ ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അവരുമായിട്ട്. ഇമോഷണലി ലൈക്ക് നമ്മൾ എപ്പോഴും സംസാരിക്കുകയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയും. അവർ 8 വയസ്സാവുമ്പോൾ ജൂലൈയിൽ ഇളയാൾക്ക്. അപ്പോൾ 14ഉം 8ഉമാണ്. അപ്പം അവർക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു ഏജായി. എസ്പെഷ്യലി അമ്മയൊക്കെ. അവിയാൻ കുറച്ചുകൂടെയും ഇപ്പോഴും ചെറുതാണ്, പക്ഷെ എന്നാലും ഹി ഈസ് ഓൾസോ വെരി സ്മാർട്ട്. എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യും, എല്ലാ കാര്യങ്ങളും നോക്കുകയൊക്കെ ചെയ്യും. സോ ദാസേട്ടൻ അവരുടെ കൂടെ ഉള്ളപ്പോൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് അതാണ് എനിക്കൊക്കെ അങ്ങനത്തെ പ്രോത്സാഹനമൊക്കെ ഇപ്പോഴാണ് കിട്ടുന്നത് പുള്ളിയുടെ. പക്ഷെ അതെന്താ വെച്ചാൽ ഞാൻ പറയാ, നേരെ മരുമക്കൾക്ക് എന്താണ് പ്രോത്സാഹനം ഭയങ്കരമായിട്ട് വാരി കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. എനിക്കൊക്കെ ഇത് കുറേ നാളെ ഇപ്പൊ വളരെ എന്തെങ്കിലും പാട്ട് ഇറങ്ങി നീ ആ പാട്ട് നന്നായിട്ട് പാടി, അത് ശേഷം എന്തായാലും അങ്ങനെയൊക്കെ. പക്ഷെ വളരെ റെയറായിട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പറയുള്ളൂ. ഇപ്പൊ മാമൻ എന്ന് പറഞ്ഞ റിലീസായ പാട്ട് റഹ്മാൻ സാറുണ്ട്. അപ്പൊ അത് ഇറങ്ങി. അപ്പൊ അതിങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ നല്ല റിപ്പോർട്ടായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ നിന്ന് അമ്മ ഇങ്ങനെ വിളിച്ചു, അപ്പൊ വിളിച്ചു, ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ വീഡിയോ കോള് സംസാരിച്ചു, ഞാൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്, കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അത് പറയുന്ന വളരെ റെയറാണ്. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളതിങ്ങനെ ഓക്കെ കൂടുതൽ എക്സൈറ്റഡ് ആവണ്ട, നമുക്കത് ശീലമായല്ലോ, അങ്ങനെയാണെന്ന് നമുക്ക് അറിയാലോ. ഓക്കെ, അപ്പോ ഈ മ്യൂസിക് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് അപ്പ എന്തൊക്കെയായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്? ഇപ്പൊ ലൈക്ക് അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ പറഞ്ഞു തരാനൊന്നുമില്ല. ഞാൻ കണ്ടു വളർന്ന കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, കാലങ്ങളിൽ ഞാനിങ്ങനെ എന്താ ലൈക്ക് എങ്ങനെ ഇത്രയും വെയിറ്റ് ചെയ്ത് ഒന്നും വരുന്നില്ല അല്ലെങ്കിൽ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഒരു സ്കിൽ, എന്തെങ്കിലും നമുക്കൊരു സ്കില്ലുണ്ടാവും. അതിനെ ഒരാൾ അത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് കാണണമെങ്കിൽ നമ്മുടെ സ്കില്ല് അത്രയ്ക്കും ഷൈനായിട്ട് നിൽക്കണം. ലൈക്ക് പ്രോപ്പറായിട്ട് നമ്മളത് മിനുക്കി നമ്മൾ ഡിസ്പ്ലേയിൽ വെക്കുമ്പോഴത്തേക്കും കണ്ട് ഇത് വേണം എന്ന് ഒരാൾക്ക് തോന്നണം. അപ്പോൾ നമ്മുടെ ആ പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ പോളിഷ് ചെയ്ത് ഷൈൻ ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഐ തിങ്ക് ദാറ്റ് വാസ് വൺ തിങ് ദാറ്റ്
ഓക്കെ. അപ്പോൾ നമ്മൾ ബാക്ക് ഇപ്പോൾ പറഞ്ഞ നമ്മളൊരു യൂഷ്വലി എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുന്ന കുറേ പോസ്റ്റുകളാണ് ഭയങ്കര മൗണ്ടൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിന് മുകളിലുള്ള ഇത്രയേ ഉള്ളത്. പക്ഷേ ഇത്രയൊക്കെ ഉണ്ട് ഹാർഡ് വർക്ക്, ഡിഫിക്കൽട്ടീസ്, അപ്സ് ആൻഡ് ഡൗൺസ്, എന്താണ് ഫ്രസ്ട്രേഷൻസ്, എന്താണ് എത്രയോ കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ, ആരൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ബാക്കിലാണ്. അതൊക്കെ ബാക്കിലുള്ളത് എത്രയോ പേര് കാണില്ല. എല്ലാവരും വിചാരിക്കാം യേശുദാസ് സുഖമല്ലേ, എന്താണ് നല്ല ചാൻസ് കിട്ടുന്നുണ്ടാവും, എന്താണ് എപ്പോഴും ബ്രേക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വണ്ടി മേടിച്ചു കൊടുക്കാൻ അച്ഛനുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ സിമ്പിൾ തിങ്സ്. അതൊക്കെ നമ്മൾ ഇരുന്ന് ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ പറയുന്നത് ഓൺലി ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് മോസ്റ്റ് പീപ്പിൾ ലൈക്ക് ഈ ഒരു നല്ലൊരു വലിയൊരു അച്ഛനുള്ള ഒരു ആൾക്കാർക്കൊക്കെ ഫേസ് ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ദേ ടോക്ക് അബൌട്ട് നെപ്പോട്ടിസം അങ്ങനത്തെ കാര്യങ്ങൾ ഓൾസോ. ബട്ട് ഇതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഇതിനുമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് അതിനുമുണ്ട്. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. അല്ല, ഇപ്പൊ ദാസേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിവുള്ളവനെ അംഗീകരിക്കണം. അത് എല്ലാവരും പറയുന്ന കോമൺലി പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദാസേട്ടൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് കഴിവുള്ളവനെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളത്. പക്ഷേ ഇപ്പൊ ചേട്ടൻ നേരത്തെ ഇപ്പൊ നമ്മൾ സംസാരിച്ചിരുന്ന പോലെ ഇപ്പൊ ദാസേട്ടന്റെ മകനാണെന്നുള്ള ഒരു അംഗീകാരത്തിലുപരി അങ്ങനത്തെ കാര്യങ്ങൾ ചേട്ടൻ ഫേസ് ചെയ്തിട്ടുണ്ടോ? ദാസേട്ടന്റെ മകനാണെന്നല്ലാതെ വേറൊരു സൈഡിൽ നിന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് ടൈം. ഓരോ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യാനുള്ളത് നമ്മൾ ഫേസ് ചെയ്യുന്നു. എന്നാൽ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ യു കാൺ ലിവ്. ലൈക്ക് ചിന്ത ഇല്ല എന്നല്ല ഞാൻ പറയണം, ചിന്ത ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സംടൈംസ് യു ജസ്റ്റ് പുട്ട് ഇറ്റ് അസൈഡ് ആൻഡ് ദെൻ യു ജസ്റ്റ് ഫോക്കസ് ഓൺ ജസ്റ്റ് എൻജോയിങ് ജസ്റ്റ് എൻജോയിങ് ലൈഫ്. അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോവുക, ട്രൈ ടു ബി ഹാപ്പി, പീസ്ഫുൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കൂടുതൽ നമ്മൾ അതിലേക്ക് ശരിക്കും നമ്മളെ വിളിക്കാത്തത് നമ്മളുടെ അടുത്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ചാൻസ് തരാത്ത, ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ല എന്നല്ല, ചിന്തിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഈവൻ ഈ ഇടയ്ക്കും പോലും ചില പാട്ടുകൾ നമ്മൾ പാടാൻ വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലായിരിക്കും നമ്മളെ വിളിച്ചത് ഓക്കെ. ഇപ്പോഴും റീസെൻ്റ്ലി ഇറ്റ്സ് ഹാപ്പൻഡ്. നമ്മൾ പാടാൻ വേണ്ടി വിളിച്ച് അത് പാടിക്കഴിഞ്ഞ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു ഏറ്റവും വലിയൊരു കുഴപ്പം, നമ്മുടെ എന്ന് വെച്ചാൽ മലയാളം മാത്രമല്ല ജനറലി സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും വലിയ കുഴപ്പം ഐ തിങ്ക് എസ്പെഷ്യലി ഇന്ത്യയിലാണെന്ന് തോന്നുന്നത്. ജനറലി നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നു. മേ ബി അതൊരു നോട്ട് ഇൻ എ നെഗറ്റീവ് വേ. അപ്പോൾ ജനറലി നമ്മൾക്ക് ഒരാളുടെ അടുത്ത് തുറന്നൊരു കാര്യം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഇൻഡസ്ട്രിയിൽ പൊതുവെ. അപ്പോൾ ആ പാട്ട് നിങ്ങളുടെ വോയിസിൽ നമുക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതങ്ങോട്ട് സെറ്റായില്ല. ഇങ്ങനെ പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഓക്കെ കൂൾ ഫൈൻ അല്ലാണ്ട് വെറുതെ കുത്താനോ അല്ലെങ്കിൽ എന്താണ് ഒട്ടും പറയാണ്ട് എന്നിട്ട് പാട്ടും കൂടെ മാറ്റി വേറെ ആരെങ്കിലും എത്രയോ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ ആ പാട്ട് വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്ന് ലൈക്ക് ഫസ്റ്റ് 5 ഇയേഴ്സിലൊക്കെ തമിഴിലൊരു പാട്ട് ഇതുപോലെ ഐ തിങ്ക് പ്രഭുദേവയുടെ ഒരു പടത്തിന് വേണ്ടി പാടിയത്. അപ്പോൾ ഞാൻ അങ്ങനെ അത് വരും എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. സഡൻ നോക്കിയപ്പോഴത്തേക്കും വേറൊരു വോയിസ്. അപ്പോൾ ഞാൻ അറിഞ്ഞു പോലും ഇല്ല. ലൈക്ക് അന്നൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ടായി, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ. പിന്നെ യു ഗെറ്റ് യൂസ് ടു ദാറ്റ് ആൻഡ് ദെൻ പിന്നെ ഇറ്റ്സ് ലൈക്ക് ഓക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കും എന്നുള്ളത്. അപ്പോൾ ഈവൻ ലൈക്ക് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു വേറൊരു സ്ഥലത്തൊരു ടോക്കിന് വേണ്ടി ഇന്ത്യ ടുഡേയുടെ ഒരു ടോക്ക് ട്രിവാൻഡ്രത്ത് CM ഒക്കെ ഉള്ള ഒരു വേദിയിൽ നടക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സംസാരമൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പൊന്നിയിൻ സെൽവനിൽ അഭിനയിച്ച എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഭയങ്കരമായിരുന്നു. അത് ഇങ്ങനെ എന്നെ സണ്ണായിട്ട് വിളിച്ചു. എൻ്റെ സെക്കൻഡ് ഫിലിം പടൈവീരൻ്റെ ഡയറക്ടറാണ് ഇങ്ങനെ കണക്ട് ചെയ്തത്. അപ്പോൾ പുള്ളി അതിൽ അസോസിയേറ്റ് ആണ്, അവർ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു സഡനായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ രാജമുണ്ട്രി പോയി, ഗോദാവരി റിവറിലാണ് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് ക്യാരവാനിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ മുടി ഷേവ് ചെയ്യും, ലൈക്ക് മുടി പറ്റ അടിക്കേണ്ടി വരും, താടിയൊന്നും ചെയ്യരുത്, താടി ഇങ്ങനെ വെക്കണം, ഓക്കെ ആണോ എന്നൊക്കെ ചെയ്യാം. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി അതൊക്കെ ചെയ്തു. അപ്പോൾ ഇത് കഥയായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാനൊരു ബസ് കട്ട് ചെയ്തു, താടി ചെയ്തു, ബസ്സിലേക്ക് ഇങ്ങനെ മൊട്ടയല്ല പക്ഷെ ബസ് കട്ട് ചെയ്തു, താടിയും അപ്പോൾ ആർമറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ട് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത് രാവിലെ ഷോട്ട് എടുത്തു. ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് തെറ്റിച്ചു, ടെൻഷനായി, കൺഫ്യൂഷനായി ഇതൊക്കെ. പക്ഷെ ഷോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സാറിന് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അതിന് അടുത്ത വേറെ പിന്നെ സ്കെഡ്യൂളിൽ ഹൈദരാബാദ് പോയി ഫുൾ ഹോഴ്സ് റൈഡിങ്ങും വിക്രം സാറിൻ്റെ കൂടെ കുറേ ഷോട്ട്സും ഇതൊക്കെ കഥയായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് സഡനായിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൊച്ചിയിലേക്ക് വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു അത് മറ്റേ പൊന്നിയിൻ സെൽവനിൽ അഭിനയിച്ച കാര്യം ഭയങ്കര എന്താണ് വിവാദമായല്ലേ, എന്തോ ഇഷ്യൂ എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് വിവാദം, ഞാനൊന്നും അങ്ങനെ വിവാദമായിട്ട് അത് അറിഞ്ഞ പോലും ഇല്ല. ഇത് ലൈക്ക് ഒരു 2-3 ദിവസം മുമ്പേ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു. അപ്പോൾ ഇന്നും വേറെ ഒരാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ ഒരു വളരെ ഞാൻ പറഞ്ഞു എന്നാലും മണി സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്.